കാലത്തിലൂടെ നാം സഞ്ചരിക്കേണ്ടതുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ വേന്തനാട് എന്ന നാടിനെക്കുറിച്ച്, ഗ്രാമത്തെക്കുറിച്ച്, 7.5 ഗ്രാമക്കാർ എന്നറിഞ്ഞിരുന്ന ബ്രാഹ്മണരെക്കുറിച്ചും വേദങ്ങളുടെ നാട് പിന്നീട് വേന്തനാടായതിനെക്കുറിച്ചുമൊക്കെ പറയുകയുണ്ടായല്ലോ. വേദങ്ങളുമായി വളരെ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം. വേദത്തിന് ത്രയി എന്നൊരു പ്രയോഗം കൂടി ഉണ്ടത്രേ. അതായത് മന്ത്രത്തിൻ്റെ ത്രിവിധങ്ങളായ ഋക്ക്, സാമം, യജുർ എന്നിങ്ങനെ 3 വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ത്രയി വാക്ക് എന്നും അതിൽ ലോപിച്ച് ത്രയി എന്നും വേദത്തിന് പറയാറുണ്ട്. പൂർണ്ണമായ വേദം എന്നതിന് പൂർണ്ണ ത്രയി എന്ന് പറയുന്നു. പൂർണ്ണമായ വേദങ്ങളുടെ ഈശ്വരൻ, പൂർണ്ണ ത്രയീശൻ. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെയൊരു നാമം വന്നത്. വേദങ്ങളുടെ മുഴുവൻ ഈശ്വരനായി, വേദങ്ങളിലെ മുഴുവനും അറിവിൻ്റെ ഈശ്വരനായാണ് ഭഗവാൻ ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാമം വേന്തനാട് എന്നത് തൃപ്പൂണിത്തുറ തന്നെയാണ് എന്നും തൃപ്പൂണിത്തുറയ്ക്ക് പണ്ട് പൂർണ്ണ വേദനാട് എന്നൊരു നാമം കൂടി ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുമ്പോൾ ഈ സങ്കല്പങ്ങളും ഇവിടെ വാഴുന്ന ഈശ്വരമൂർത്തിയും ഒന്നായിത്തീരുന്നു. അങ്ങനെ പൂർണ്ണത്രയീശ സങ്കല്പത്തെ അറിയുമ്പോൾ തൃപ്പൂണിത്തുറ എന്ന നാമവും ഇതിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നതാണ് എന്ന് മനസ്സിലാക്കുവാനാകുന്നു. പൂണി എന്ന വാക്കിന് ആവനാഴി എന്നൊരർത്ഥമുണ്ട്. ആവനാഴിയിൽ നിന്ന് എടുത്ത് പ്രതിഷ്ഠിച്ച വിഗ്രഹം എന്നൊരു സങ്കല്പവും ഇവിടെ ഐതിഹ്യകഥയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് കൊണ്ട്, അർജുനൻ്റെ ആവനാഴിയിൽ നിന്ന് വന്ന വിഗ്രഹമാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നതുകൊണ്ടും പൂണിത്തുറ എന്നത് ഏറ്റവും പ്രസിദ്ധമായി തീരുന്നു. ഈശ്വര സങ്കല്പം ഇവിടെ നിലകൊള്ളുന്നത് കൊണ്ട് തൃ എന്ന വാക്ക് അതിനോടൊപ്പം ചേരുകയും പിന്നീട് ഇത് പൂണിത്തുറ എന്നത് തൃപ്പൂണിത്തുറയായി മാറുകയുമാണത്രേ ഉണ്ടായത്. ഇങ്ങനെ ഈ സ്ഥലനാമ കൗതുകം അറിഞ്ഞുകൊണ്ട് പൂർണ്ണ വേദത്തിൻ്റെ ഈശ്വരനായി സന്താന ഗോപാലമൂർത്തിയായി ഈശ്വരൻ വാഴുന്നു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കിഴക്കേ ഗോപുരം കടന്ന് ബലിക്കൽപുരയ്ക്ക് മുൻപിലുള്ള കാഴ്ചകൾ വരെ മാത്രം നാം പൂർത്തിയാക്കിക്കൊണ്ട് മഹത്തായ സങ്കല്പങ്ങളെയാണ് അറിഞ്ഞത് എന്ന് മനസ്സിലാക്കി ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉദയാമ്പതത്തിൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ മഹത്തായ ഐതിഹ്യവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാഴ്ചകളും തുടർന്ന് പൈതൃക സന്ദേശവും ധന്യമി ദിനവും ഉണ്ടായിരിക്കും. കാത്തിരിക്കുക. श्रीशेषशैलसुनिकेतन दिव्यमूर्ते नारायणाच्युत हरे नडिनायताक्ष लीलाकटाक्ष परिरक्षित सर्वलोक श्रीवेङ्कटेश मम देहि करावलम्बम् ब्रह्मादिवन्दित पदाम्बुज शङ्खपाणे श्रीवत्सुदर्शन सुशोभित दिव्यहस्त. പൂർണ്ണമായ വേദത്തിൻ്റെ ഈശനായി ശ്രീ സന്താന ഗോപാലമൂർത്തി വാഴുന്നു പൂർണ്ണത്രയീശ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടന്ന് ബലിക്കൽപുരയിലെത്തി നിൽക്കുന്നു നാം ഇപ്പോൾ. ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ ചുറ്റുവിളക്കിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് കാണാം. ദീപശിഖ കിഴക്കേ ഗോപുരം കടന്നു വരുമ്പോൾ, അതായത് കിഴക്കേ ഗോപുരത്തിൻ്റെ പുറത്ത് വളരെ വലുതായ ഒരു ദീപശിഖ ഈ ക്ഷേത്രഭൂമിക്കുണ്ട്. അത് കടന്ന് കിഴക്കേ ഗോപുരം കടന്നാൽ കിഴക്കേ ഗോപുരത്തിനോട് വളരെ ചേർന്നാണ് നടപ്പന്തൽ ഉള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നടപ്പന്തലിൻ്റെ തൂണുകൾ വളരെ വലുതാണ്.
കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഈ തൂണുകൾ 6 തൂണുകൾ താങ്ങി നിർത്തുന്ന നടപ്പന്തലിൻ്റെ മുകളിലായി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ മുഴുവനും ചിത്രരൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നടപ്പന്തൽ കടന്നാൽ പിന്നീട് നാം സ്വർണ്ണ ധ്വജത്തിന് മുന്നിലെത്തുന്നു. സ്വർണ്ണധ്വജം സ്വാഭാവികമായ ശക്തിവിശേഷങ്ങളോടുകൂടി ഊർജ്ജപ്രദായിനിയായി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. അത് കഴിഞ്ഞ് ബലിക്കൽപുരയിലേക്ക് എത്തുവാനാകുന്നു നമുക്ക്. ഈ ബലിക്കൽപുരയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ വലിയ ബലിക്കല് ഇവിടെ കാണുവാനാകും നമുക്ക്. ബലിക്കൽപുരയുടെ അകത്ത് ഓടിൽ ലോഹത്തിൽ തീർത്തിട്ടുള്ള 2 ശില്പരൂപങ്ങൾ കാണുവാനാകും. ഇത് ശംഖും ചക്രവുമാണ് എന്നാണ് വിശ്വാസം. കിടാവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന ക്ഷേത്രഭൂമിയാണ് ഇത്. അർജുനൻ പണ്ടുകാലത്ത് പ്രതിഷ്ഠാ സമയത്ത് ഭഗവത് ദർശനം നന്നായി ഒന്നുകൂടി കാണുന്നതിനായി കിടാവിളക്ക് ഇവിടെ കത്തിച്ചു എന്നും എള്ളുകൊണ്ട് അപ്പോൾ കയ്യിൽ കിട്ടിയ എള്ള് അരച്ചെടുത്ത് എണ്ണയുണ്ടാക്കി അതുകൊണ്ട് ദീപം തെളിയിച്ചുവെന്നും ആ ദീപമാണ് ഇന്നും ക്ഷേത്രത്തിനുള്ളിൽ ഒരിക്കലും കെടാതെ നിലകൊള്ളുന്നത് എന്നും വിശ്വാസം. അർജുനൻ തെളിയിച്ചതായാലും പുരാണങ്ങളിലെ ഓരോ കഥാസന്ദർഭങ്ങളിൽ ഓരോ കഥാപാത്രങ്ങളായി കൊളുത്തിവെച്ച വിളക്കുകളായാലും ഒക്കെയും കിടാവിളക്കുകളായി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കത്തിക്കൊണ്ട് തന്നെ നിൽക്കുന്ന എപ്പോഴും. നടപ്പന്തലിൻ്റെ ഈ കാഴ്ചകൾ അറിയുമ്പോൾ, ബലിക്കലിൻ്റെ ഈ കാഴ്ചകൾ അറിയുമ്പോൾ നടപ്പന്തലിനും ബലിക്കലിനും അതിരിട്ടുകൊണ്ട് വലിയ തൂക്കുവിളക്കുകൾ അടങ്ങി പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ അറിയുമ്പോഴുമൊക്കെ ഓരോരോ കിടാവിളക്കുകളായി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കത്തിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഒരിക്കലും ഈ ജന്മം മുഴുവനും അണഞ്ഞു പോകാത്ത തീനാളങ്ങൾ ആ അഗ്നിയിൽ നിന്ന്, ആ ദീപത്തിൽ നിന്ന് അറിവ് നമ്മെ തേടിയെത്തും. അങ്ങനെ പൂർണ്ണമായ വേദങ്ങളുടെ പൂർണ്ണമായ അറിവിൻ്റെ ഈശ്വരൻ നമ്മിലേക്ക് ഓരോ പ്രകാശധാരയായി കടന്നു വന്നുകൊണ്ടേയിരിക്കും. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. ശ്രീ ഭഗവതിക്കും ലക്ഷ്മി ദേവിക്കുമൊപ്പം അനന്തൻ്റെ 5 ഫണങ്ങൾക്ക് താഴെ വിരാജിക്കുന്ന മൂർത്തി പൂർണ്ണത്രയീശൻ സന്താന ഗോപാലമൂർത്തി. ഇതാണ് ഈ ക്ഷേത്രഭൂമിയുടെ സങ്കല്പം. ഇവിടെ ഭഗവാൻ ശ്രീ ഭഗവതിക്കും ലക്ഷ്മി ദേവിക്കുമൊപ്പമാണ് വിരാജിക്കുന്നത് എന്ന ഐതിഹ്യം. അതുതന്നെ ബലിക്കൽപുരയുടെ മുകളിൽ ചിത്രരൂപത്തിൽ നമുക്ക് കാണുവാനാകും. ബലിക്കൽപുരയുടെ ഏറ്റവും മുകളിൽ ലോഹനിർമ്മിതമായ ശില്പം ദേവിയുടെയും, അതായത് ശ്രീ ഭഗവതിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഒപ്പം ഭഗവാന്റെയുമാണ്. ബലിക്കൽപുരയിൽ ഭൃഗുമുനിക്ക് സ്ഥാനമുണ്ട് എന്നാണ് വിശ്വാസം. അതായത് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന വളരെ പുരാതനമായ ഒരു പുസ്തകത്തിൻ്റെ പഴയ ഏടുകൾ, താളിയോലകളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഒരു ദർശനക്രമത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ ഇവിടെ ലഭിക്കുകയുണ്ടായി. ആ സൂചന പ്രകാരം കിഴക്കേ ഗോപുരം കടന്ന് ആദ്യം അകത്തേക്ക് വന്നാൽ ഉടനെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ദേവിയെ ദർശിച്ച് തൊഴണം, അല്ലെങ്കിൽ ദേവിയെ സങ്കല്പിച്ച് തൊഴണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഭഗവതി സങ്കല്പം കണ്ണാടി ബിംബത്തിൽ കാണുവാനുമാകുന്നുണ്ട്. എന്നാൽ ആ താളിയോല പ്രകാരം അവിടെ വന്ദിക്കുന്നത് രേണുകാ ദേവിയെ ആണ്. രേണുകയെ വന്ദിക്കണം എന്നാണ് പറയുന്നത്. രേണുക എന്നത് പരശുരാമൻ്റെ മാതാവാണ്. അത് കഴിഞ്ഞ് ബലിക്കൽപുരയിൽ ഭൃഗുമുനിക്ക് സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ പരശുരാമൻ്റെ പിതാവായ ഭൃഗുമുനിയും രേണുകയും ഇവിടെ ഒത്തുചേരുമ്പോൾ കേരളോൽപ്പത്തി കഥകളുമായി ബന്ധമുള്ള പരശുരാമ സങ്കല്പത്തിന് പ്രത്യേക ആരാധനാ രീതികൾ ഇവിടെ നിലനിന്നിരുന്നുവെന്നും കേരളത്തിൽ 64 ബ്രാഹ്മണർ എത്തിയ 64 ഗ്രാമക്കാരായ ബ്രാഹ്മണർ എത്തിയതും പിന്നീട് അത് വേന്തനാടായി മാറിയതിൻ്റേതുമായ ചരിത്രങ്ങളുമായി ഈ സങ്കല്പങ്ങൾ ഒത്തുചേരുന്നുവെന്നും അറിയാനാകും നമുക്ക്. ബലിക്കൽപുരയുടെ ഓരോ തൂണിലും കിഴക്കോട്ടും വടക്കോട്ടും ദർശനമായൊക്കെ പല ബിംബങ്ങളുണ്ട്. ഈ ബിംബങ്ങൾക്കെല്ലാം ഓരോ സ്ഥാനം കൽപ്പിച്ച് ദർശിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും വിധിയുണ്ട്. ഈ ദർശനക്രമത്തിൽ ചില ബലിക്കല്ലുകളെ വില്ലുമംഗലം സ്വാമിയാരായും വാഴ്ത്തുന്നു. വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രഭൂമിയിൽ എത്തിയിട്ടുണ്ട് എന്നും ഭഗവാനെ നേരിട്ട് ദർശിച്ചിട്ടുണ്ട് എന്നും ഐതിഹ്യ കഥകൾ പറയുന്നു. ഇങ്ങനെ ബലിക്കൽപുരയെക്കുറിച്ച് പറയുമ്പോൾ ബലിക്കൽപുരയിൽ നിന്നാണ് നാം ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുക. ബലിക്കൽപുരയുടെ കാഴ്ച കണ്ട് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും സന്താന ഗോപാലമൂർത്തിയെ കണ്ട് സായുജ്യമടയുകയും ചെയ്യുന്നു. ബലിക്കൽപുരയ്ക്ക് പുറത്തായി
ആനപ്പന്തൽ വളരെ വലുതാണ്. ക്ഷേത്രത്തിൻ്റെ പഴമ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എടുത്തു പറയുവാനാകുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇത്. श्रीशेषशैलसुनिकेतन दिव्यमूर्ते नारायणाच्युत हरे नडिनायताक्ष लीलाकटाक्ष परिरक्षित सर्वलोक श्रीवेङ्कटेश मम देहि करावलम्बम् ब्रह्मादिवन्दित पदाम्बुज शङ्खपाणे श्रीवत्सुदर्शन सुशोभित दिव्यहस्त. ഇങ്ങനെ ക്ഷേത്ര കാഴ്ചകളിലൂടെ വിശ്വാസങ്ങളെ അറിയുന്നു. പൂർണ്ണത്രയീശ്വരൻ്റെ ഈ കഥാസന്ദർഭങ്ങളെല്ലാം, ഐതിഹ്യ കഥാസന്ദർഭങ്ങളെല്ലാം എത്രത്തോളം കാലം പഴക്കമുള്ളതാണ്. ദ്വാപര യുഗത്തിലാണ് ഈ കഥകൾ, ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നും, അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിൻ്റെ കാലഘട്ടത്തോളം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് പഴക്കമുണ്ട് എന്നും നാം അറിയുന്നു. എത്ര കാലം പഴക്കമുണ്ടാകുന്നു അത്രത്തോളം ചൈതന്യം ഏറുന്ന, ഊർജം ഏറുന്ന വിഗ്രഹസങ്കല്പങ്ങളെ അറിഞ്ഞുകൊണ്ട് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഇനി ധന്യമീതന വേദങ്ങളുടെ ഈശ്വരനായ പൂർണ്ണത്രയീശൻ വാഴുന്ന തൃപ്പൂണിത്തുറ ക്ഷേത്രഭൂമിയിൽ എത്തിയ നാം ക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ചകൾ കണ്ട് ശ്രീകോവിൽ ചൈതന്യത്തെ അറിയുകയാണിവിടെ. വേദങ്ങളുടെ ഈശൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉപദേവതാമൂർത്തികൾക്ക് വലിയ പ്രാധാന്യം കാണുന്നില്ല. ബലിക്കൽ പുറ കടന്ന് ശ്രീകോവിലേക്ക് എത്തിയാൽ വലിയ നമസ്കാര മണ്ഡപവും വട്ട ശ്രീകോവിലുമാണ് നമുക്ക് കാണുവാനാവുക. വട്ട ശ്രീകോവിലിൻ്റെ പുറം ചുമരിലാകെ ലോഹങ്ങൾ കൊണ്ട് എല്ലാ ഈശ്വരമൂർത്തികളുടെയും രൂപം ആലേഖനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാന മൂർത്തിയായി സന്താനഗോപാലമൂർത്തിയാണ് ഇവിടെയുള്ളത്. ഗണപതിക്കും ദുർഗയ്ക്കും അതിനോടൊപ്പം തന്നെ അർജുനന് വരെയും ക്ഷേത്രത്തിൽ ചൈതന്യ സ്ഥാനമുണ്ട് എങ്കിലും പ്രത്യേക ശ്രീകോവിലുകളോ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പൂജകളോ ഇവിടെ പറയുവാനാവുകയില്ല നമുക്ക്. അങ്ങനെയുള്ള ക്ഷേത്രഭൂമിയിൽ ഭഗവാൻ തന്നെ പൂർണ്ണനായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രഭൂമിയിൽ മറ്റു ചില സവിശേഷമായ ആചാരങ്ങൾ ഒത്തുചേരുന്നുണ്ട്. ഈ ദിവസം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെത്തിയ നാം പലതവണ ഭഗവാനെ പൂർണ്ണവേദങ്ങളുടെ ഈശ്വരനെന്നും അതുപോലെ തന്നെ സന്താനഗോപാലമൂർത്തി എന്നും എടുത്തു പറയുകയുണ്ടായി. ഭഗവാനെ സന്താനഗോപാലമൂർത്തി എന്ന് വിശേഷിപ്പിക്കുവാൻ അതിന് കാരണമാകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ തന്നെയാണ്. തീർച്ചയായും ആ ഐതിഹ്യ കഥയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഭഗവാന്റെ ഭാവം അർജുനന് മുന്നിൽ ഗീതോപദേശം നൽകുന്നതിന് വേണ്ടിയുള്ള വിശ്വരൂപം കൈക്കൊണ്ട ഭാവമാണ്. അതുപോലെ തന്നെ വിഗ്രഹരൂപമാകട്ടെ അനന്തൻ്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കുവാൻ വേണ്ടി പാദം കൊണ്ട് അനന്തൻ്റെ ഭണത്തിൽ ചവിട്ടി ഒന്ന് ഉയരുവാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഭഗവത് വിഗ്രഹമാണ് നിലകൊള്ളുന്നത്. 4 കൈകളിലും ശംഖുചക്ര ഗദാ പത്മങ്ങൾ ഏന്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക ഭാവത്തിൽ ദർശനമരുളുന്ന കരുണാമൂർത്തിയായ ഈശ്വരൻ സന്താന ഗോപാലമൂർത്തിയായ ഐതിഹ്യ കഥയുമായി നമുക്ക് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നാളെ കണ്ടുമുട്ടാം. എല്ലാ നന്മകളും നേരുന്നു. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ വിടവാങ്ങുന്നു.